അല്ലു അർജുൻ, രശ്മിക മന്ദാന എന്നീ താരജോഡികളെ നായിക നായകന്മാരാക്കിക്കൊണ്ട് സുകുമാർ സംവിധാനത്തിലെത്തിയ സിനിമയായിരുന്നു പുഷ്പ 2. എന്തൊക്കെയാണെങ്കിലും ആദ്യ ദിനങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ കിട്ടിയെങ്കിൽ തന്നെ പടം മുന്നോട്ട് പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പോസിറ്റീവ് റിവ്യൂസും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി കണ്ടതിൽ വെച്ച് പല റെക്കോർഡുകളെയും കടത്തിവെട്ടിക്കൊണ്ടാണ് പുഷ്പ 2 അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഡേ ടു ഡേ 3,00,000-ലധികം ടിക്കറ്റ് വരെ വിറ്റുപോയ ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും അതിവേഗതയേറിയ 1000 കോടി ക്ലബും അതുപോലെ തന്നെ 1500 കോടി ക്ലബും വളരെ പെട്ടെന്നായിരുന്നു പുഷ്പ 2 നേടിയെടുത്തത്. KGF, സലാർ, RRR, ബാഹുബലി എന്നീ സിനിമകളെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 1930 കോടി രൂപ എന്ന ഏറ്റവും വലിയൊരു റെക്കോർഡിലാണ്. എന്തൊക്കെയാണെങ്കിലും ഏറ്റവും വലിയ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് അമീർ ഖാന്റെ ദംഗലാണ്. ആ ഒരു സിനിമ 2024 കോടി രൂപയാണ് വേൾഡ് വൈഡ് കളക്ട് ചെയ്തത്. ആ ഒരു സിനിമയും കൂടി കടത്തി വെട്ടിക്കഴിഞ്ഞാൽ അല്ലു അർജുൻ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു മുന്നേറ്റം നടത്തുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ 1930 കോടി രൂപ വേൾഡ് വൈഡിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്തും പുഷ്പ 2 ഡേ ടു ഡേ 1,00,000-ലധികം ടിക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന 2024 കോടി രൂപ എന്ന റെക്കോർഡ്, ദംഗലിന്റെ റെക്കോർഡ് കൂടി കടത്തി വെട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പുഷ്പ 2 ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാകാനായിട്ട് എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്